ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. കേസിന്റെ വിചാരണ സെപ്റ്റംബർ 1-ന് ആരംഭിക്കും. പ്രതിക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും നിലനിൽക്കുമെന്ന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിലയിരുത്തി. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട്. ഷമീർ, ഈ പ്രതിക്കെതിരായ എല്ലാ കുറ്റങ്ങളും നിലനിൽക്കും എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ആതിര, രാവിലെ 11:15 കൂടിയാണ് കൊല്ലം സെഷൻസ് കോടതി, 1-ാം സെഷൻസ് കോടതിയിൽ പ്രതി സന്ദീപിനെ ഹാജരാക്കിയത്. സന്ദീപിനായി അഡ്വക്കേറ്റ് ആളൂർ ഓൺലൈൻ വഴിയാണ് ഹാജരായത്. പ്രധാനമായും ഈ കേസിലെ കുറ്റപത്രം വായിപ്പിക്കുന്നത് വൈകിപ്പിക്കണം എന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോകുന്നതിനാൽ ഡിസ്ചാർജ് പെറ്റീഷൻ വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും സുപ്രീം കോടതി അവധിയാണ്. അതുകൊണ്ട് ഒരാഴ്ചത്തെ കൂടി സമയം വേണമെന്ന് അഡ്വക്കേറ്റ് ആളൂർ പ്രതിക്ക് വേണ്ടി കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപൻ ഇത് നിരസിക്കുകയും അദ്ദേഹം ശക്തമായ വാദം ഉന്നയിക്കുകയും ചെയ്തു. ഹൈക്കോടതി സുപ്രീം കോടതി പോയി ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്നതിന് തടസ്സമില്ല. പക്ഷേ കുറ്റപത്രം വായിക്കുന്നതിന് എന്താണ് തടസ്സമെന്ന് ഹൈക്കോടതി തന്നെ ശരിവെച്ച സാഹചര്യവും അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് കോടതി സന്ദീപിനെ വിളിച്ചു വരുത്തി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത്. താൻ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തോ എന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കോടതിയോട് ആവശ്യപ്പെട്ടത് സുപ്രീം കോടതി പോയി ഡിസ്ചാർജ് പെറ്റീഷൻ ആവശ്യപ്പെടാൻ എനിക്ക് സമയം അനുവദിക്കണം എന്ന ഒറ്റ ആവശ്യം മാത്രമാണ് കോടതിക്ക് മുമ്പിൽ സന്ദീപ് ആവശ്യപ്പെട്ടത്. പിന്നീട് ഈ കേസിന്റെ ട്രയൽ 1-9, അതായത് സെപ്റ്റംബർ 1-ാം തീയതി, അന്ന് ഞായറാഴ്ചയായത് മൂലം 2-ാം തീയതി ആയിരിക്കും ഇത്തരത്തിൽ ഈ കേസിലെ ട്രയൽ ആരംഭിക്കുന്നത്. അതിനായുള്ള നടപടികളിലേക്ക് കടക്കും. എന്തായാലും വന്ദനയുടെ അച്ഛൻ കോടതിയിൽ ഹാജരായിരുന്നു. പ്രതിക്കെതിരെ എല്ലാ കുറ്റങ്ങളും, കൊലപാതകമടക്കം എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. ആതിര. ശരി, വന്ദനാദാസ് കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കും എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഷമീർ അബ്ദുള്ളാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.